നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയുടെ സംവിധാന അരങ്ങേറ്റ ചിത്രമായ സിഗ്മയുടെ റിലീസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ജൂലൈ 31-നായിരുന്നു ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ സെൻസർ ബോർഡിന്റെ തടസ്സങ്ങൾ നീങ്ങി വിജയ് ചിത്രം ജനനായകൻ റിലീസിന് ഒരുങ്ങവെയാണ് സിഗ്മ റിലീസ് മാറ്റിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ജൂലൈ 24-നാണ് ജനനായകൻ റിലീസ്. വിജയ് ചിത്രവുമായുള്ള ക്ലാഷ് ഒഴിവാക്കാനാണ് സിഗ്മയുടെ റിലീസ് മാറ്റാനുള്ള നീക്കം എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഓഗസ്റ്റിൽ സിഗ്മ തിയേറ്ററുകളിൽ എത്തിയേക്കാമെന്ന നീക്കവും വരുന്നുണ്ട്. ഇതിനിടെ ജെയ്സൺ അഭിനയത്തിലും അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രം ഉടൻ റിലീസ് ചെയ്തേക്കും എന്നാണ് വിവരങ്ങൾ. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് സിഗ്മ നിർമ്മിക്കുന്നത്. GKM തമിഴ് മുരുകനാണ് ലൈക്ക പ്രൊഡക്ഷൻസിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം തന്നെയാകും ജെയ്സൺ നായകനായി അരങ്ങേറുന്ന ചിത്രം നിർമ്മിക്കുക എന്നതാണ് വരുന്ന വിവരം. സുഭാസ്കർ ആണ് സിഗ്മയുടെ നിർമ്മാതാവ്. സന്ദീപ് കിഷൻ നായകനാവുന്ന സിഗ്മ ഹീറ്റ് എന്റർടൈനറായിട്ടാണ് ഒരുങ്ങുന്നത് എന്നാണ് സൂചന. തമിഴ്നാട്ടിലും തായ്ലൻഡിലുമായിട്ടായിരുന്നു ചിത്രീകരണം പൂർത്തിയായത്. ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ സിഗ്മയുടെ അണിയറ പ്രവർത്തകർ നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. നവാഗതനായ സംവിധായകന് ഒപ്പമാണ് ജോലി ചെയ്യുന്നത് എന്ന തോന്നൽ ജെയ്സണിനൊപ്പം പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് ഛായാഗ്രാഹകൻ കൃഷ്ണൻ വസന്ത് പറഞ്ഞിരുന്നു. 25 വയസ്സുകാരനായ ഒരു സംവിധായകന് ഇത്രയും ക്ഷമയും വ്യക്തതയും ഉണ്ടെന്ന് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നാണ് ചിത്രത്തിലെ നായകനായ സന്ദീപ് കിഷനും അഭിപ്രായപ്പെട്ടിരുന്നത്. അതേസമയം വിജയ് സംഗീത ദാമ്പത്യം തകരാൻ കാരണം തൃഷയുമായുള്ള അടുപ്പമാണെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് നടി സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. അന്ന് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് വിജയുടെ ഭാര്യയും മക്കളും വന്നിരുന്നില്ല. കുടുംബത്തിന്റെ അസാന്നിധ്യവും തൃഷയുടെ സാന്നിധ്യവും സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനിടെ മറ്റൊരു റിപ്പോർട്ടും പുറത്തുവരികയുണ്ടായി. വിജയുടെയും സംഗീതയുടെയും മകൻ ജെയ്സൺ സഞ്ജയ് തന്റെ പേരിൽ നിന്നും വിജയുടെ ഇനീഷ്യൽ V ഒഴിവാക്കി എന്നതായിരുന്നു റിപ്പോർട്ട്. ജെയ്സൺ സഞ്ജയ് V എന്നതിന് പകരം ജെയ്സൺ സഞ്ജയ് S എന്നാണ് താരപുത്രൻ ഇപ്പോൾ സൈൻ ചെയ്യുന്നതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. S എന്നത് സംഗീതയുടെ പേരിന്റെ ആദ്യ അക്ഷരമാണ്. നേരത്തെ വിജയ്ക്കെതിരെ സംഗീത വിവാഹ ഹർജി കോടതിയെ സമീപിച്ചതിന് പിന്നാലെ മകൻ നേരത്തെ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്തതെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. അച്ഛൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് കാണാൻ പോലും വരാതെ തങ്ങൾ അമ്മയ്ക്ക് ഒപ്പമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു മക്കൾ ഇരുവരും. സോഷ്യൽ മീഡിയയിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം ഇങ്ങനെയായിരുന്നു. നടൻ വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഔദ്യോഗിക പ്രഖ്യാപനം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്ന ഒന്നായിരുന്നു. ചിത്രത്തിൽ നായകനായി എത്തിയിരുന്നത് സന്ദീപ് കിഷനായിരുന്നു. പിന്നാലെ ജെയ്സൺ സഞ്ജയെ കുറിച്ച് പല അഭിമുഖങ്ങളിലും സന്ദീപ് കിഷൻ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുകയുണ്ടായി. ജെയ്സൺ സഞ്ജയെ കുറിച്ചുള്ള ചോദ്യത്തിന് നടൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ദയവായി വിജയുടെ മകൻ എന്ന് വിളിക്കരുത്, ജെയ്സൺ സഞ്ജയ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നായിരുന്നു സന്ദീപ് കിഷന്റെ മറുപടി. സിനിമയുടെ ചിത്രീകരണം രസകരമായി പോകുന്നുവെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. നടന്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു. ഗുരുതരമായ ആരോപണങ്ങളാണ് വിജയ്ക്കെതിരെ സംഗീത ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. നടന് ഒരു നടിയുമായി വിവാഹേതര ബന്ധമുണ്ടെന്നായിരുന്നു സംഗീത ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത്. ഈ ബന്ധം തിരിച്ചറിഞ്ഞതോടെ സംഗീത ബന്ധം അവസാനിപ്പിക്കാമെന്ന് വിജയ് ഉറപ്പ് നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഇത് വീണ്ടും തുടരുകയായിരുന്നുവെന്നും ആരോപണത്തിൽ പറയുന്നുണ്ട്. 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമായിരുന്നു ഇരുവരുടെയും വിവാഹം. വിവാഹേതര ബന്ധം ക്രൂരമായ അതിക്രമങ്ങൾ കാരണമാണ് വിവാഹമോചനം തേടാൻ അനുവദിക്കണമെന്ന വകുപ്പുകളോടെയാണ് സംഗീത ഹർജി നൽകിയിരിക്കുന്നത്.